തിരിച്ചെന്ത് ചെയ്തു, ചെറിയ ഒരു രാഷ്ട്രീയ പ്രയോഗം മുസ്ലിങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതോടെ തന്നെ ഇതിന്റെ കാപഢ്യം പുറത്തു വന്നു. ഹിന്ദുത്വവാദികളുടെ കാപഢ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ പശു സംരക്ഷണം എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് അത് മതപരമായിട്ട് നിലനിൽക്കുന്ന ഒരു ആശയമല്ല. എഴുതിയിട്ടുള്ള ഒരു ലേഖനം ഉണ്ടായിട്ടുണ്ട് വാജ്പേയിനെ കുറിച്ച്. അദ്ദേഹം ഈജിപ്ത് സന്ദർശിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി. അപ്പോൾ തൊട്ടടുത്തൊരു മുസ്ലിം MP ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ സഹയാത്രികനായിട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മാംസം ഈ മാട്ടിറച്ചി ഇങ്ങനെ നന്നായി തിന്നുന്നുണ്ട്. അപ്പോൾ മുസ്ലിം MP പറഞ്ഞു അത്രേ നമ്മളെ ഗോമാതാവാണതെന്ന്. അപ്പോൾ അത് നമുക്ക് തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഈജിപ്തിലെ ഗോക്കൾ എൻ്റെ മാതാവല്ല. ഈ ഒരു പെരുന്നാളോടനുബന്ധിച്ച് വളരെ രസകരമായൊരു കാഴ്ച. സാധാരണയായി പശുവിൻ്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ബംഗാളിൽ നേരെ തിരിച്ചൊരു കാര്യം സംഭവിച്ചു. മുസ്ലിങ്ങളായ ആളുകൾ പശു സംരക്ഷകരായി മാറുകയും അതല്ല മറ്റുള്ള ആളുകൾ ഞങ്ങൾ ഗോസംരക്ഷകരാണെന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങൾ പശുക്കളെ കൊണ്ടുപോയി അറുത്തോളൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്ന രൂപത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്ന രൂപത്തിലുണ്ടായിരുന്നു. അതേപോലെ പെരുന്നാളിന് നിങ്ങൾ പശുവിനെ അറുക്കണ്ട, പകരം ആടിനെ അറുത്തോളൂ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരമൊരു നിലപാടെടുക്കുന്നതിലേക്ക് പ്രസ്താവനകൾ ഇറക്കുന്നതിലേക്ക് എത്തിച്ച കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതോടൊപ്പം ഗോസംരക്ഷണം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ഈ സംരക്ഷണമാണോ അതല്ല വേറെ ചില ലക്ഷ്യങ്ങളാണോ എന്നുള്ളതും ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ആ ഒരു സംഭവവും അത് നൽകുന്ന സന്ദേശവും എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എനിക്ക് സംഭവം കേട്ടപ്പോൾ ആദ്യം ഓർമ്മ ഒന്ന് പണ്ട് വായിച്ചൊരു നാടോടി കഥയാണ്. എന്ന് വെച്ചാൽ ഒരാൾ അയാളുടെ അയൽക്കാരോട് വലിയ വിരോധം വെച്ച് പുലർത്തുന്നുണ്ട്. പല രീതിയിൽ ആരോ ഉപദ്രവിക്കാൻ അയാൾ നോക്കുന്നുണ്ട്, വെയിൽ കെട്ടി മുള്ളിട് എല്ലാം ചെയ്യുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹത്തിന് വെച്ചാൽ അയാളുടെ ഉള്ളിൽ ആ ഒരു പക സഹിക്കാതെ അദ്ദേഹം തീരുമാനിച്ചു ഇവരെങ്ങനെയും കൊല്ലണം. അദ്ദേഹം എന്ത് വെച്ചാൽ അവരുടെ കിണറ്റിൽ പോയിട്ട് വിഷം, നല്ല മാരകമായിട്ടുള്ള വിഷം ഒഴിച്ചു. എന്നിട്ട് ഇയാളെങ്ങനെ കാത്തു കാണുന്നത്, ഇവർ വെള്ളം കോരും, കുടിക്കും, അവിടെ നിലവിളിയൊക്കെ എന്ത് ചെയ്യും കേൾക്കും. അപ്പോൾ ആളുടെ കൂടി വരും. അപ്പോൾ എന്ത് ചെയ്യും, അവർ വിഷം കുടിച്ച് മരിച്ചു എന്ന് തീരുമാനമാക്കപ്പെടും. അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾ കളിക്കാൻ പോയ കുട്ടികളാണ്. ആ കുട്ടികളുണ്ട് പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ മുറ്റത്ത് വന്നിട്ട് രക്തമൊക്കെ ഛർദ്ദിച്ച് വീഴുന്നു. അപ്പം എന്താ മക്കളെ പറ്റിയെന്ന് ചോദിച്ചാൽ എന്താണ് ചൊല്ലുന്നു, എന്താ പറ്റിയറിയില്ല, എന്താണ് ഞങ്ങൾ ഇവിടെ കളി കഴിഞ്ഞിട്ട് ഓടിക്കതച്ച് വരികയാണ്. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് എന്ത് ചെയ്തു, ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കി എന്ത് ചെയ്തു കുടിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് കുട്ടികൾ മരിക്കണം. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു യൂട്ടേണാണ് ഇപ്പോൾ ഈ കഥയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ഗോസംരക്ഷണവാദം തന്നെയും ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് പരലോകത്ത് രക്ഷ കിട്ടൂല, അല്ലെങ്കിൽ സ്വർഗം കിട്ടൂല എന്ത് ഒരു പശുവിനെ തിന്നിട്ടില്ലെങ്കിൽ എന്ന രൂപത്തിലൊക്കെ ചിന്തിച്ചു പോയി എന്ന് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അവനൊരു പക്ഷേ സ്വയം ഒരു നിയന്ത്രണം എടുക്കാൻ തീരുമാനിച്ചാൽ പലതും അവന് മാറ്റിവെക്കാനും കഴിയും. അപ്പോൾ ഇത് ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ ആയുധമായി ഇവരുപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ തിരിച്ചെന്ത് ചെയ്തു, ചെറിയ ഒരു രാഷ്ട്രീയ പ്രയോഗം മുസ്ലിങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതോടെ തന്നെ ഇതിൻ്റെ കാപഢ്യം പുറത്തു വന്നു. ഞാൻ വെച്ചാൽ ഹിന്ദുത്വവാദികളുടെ കാപഢ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ പശു സംരക്ഷണം എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് അത് മതപരമായിട്ട് നിലനിൽക്കുന്ന ഒരാശയമല്ല. വേദങ്ങളിലോ ഇതിഹാസങ്ങളിലൊന്നും തന്നെ അത്തരത്തിൽ ഉള്ള പരാമർശങ്ങളില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഇതിനെതിരെയുള്ള ധാരാളം സംഭവങ്ങൾ അതിനകത്ത് അവർ തന്നെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കപടമായ ഒരു സ്നേഹമാണ് പറയുന്നത്. 2, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മാംസാഹാരം കഴിക്കുന്ന ഇതടക്കമുള്ള മാംസാഹാരം കഴിക്കുന്നതിനെയോ അല്ലെങ്കിൽ അതിനെ അറുക്കുന്നതിനെയോ അത് വിൽക്കുന്നതിനെയോ അത് ഒരു ഭാഗത്ത് നിന്ന് കൊണ്ടുപോകുന്ന ഇതിനൊന്നും തടയുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിലുള്ള ഈ കൗ സ്ലോട്ടറുമായി ബന്ധപ്പെട്ട നിയമം എന്താണ്, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ പശുക്കളുടെ എണ്ണം ആ രീതിയിൽ ക്രമാതീതമായി കുറഞ്ഞ, പശു എന്ന് മാത്രമല്ല
ആ രീതിയിലുള്ള കാർഷിക രംഗത്ത് ഉപയോഗിക്കുന്ന ഇത്തരം മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ അത് ഇവിടുത്തെ അഗ്രികൾച്ചറൽ സെക്ടറിനെ ബാധിക്കും. ആ നിലയ്ക്കാണ് ഈ കൗസ്ലോട്ടറിൻ്റെ നിയമം യഥാർത്ഥം നിൽക്കുന്നത്. അല്ലാതെ എന്താ വെച്ചാൽ ഇത് മറ്റേ അറക്കാനേ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിയമവും ഇന്ത്യയിലില്ല. അത് വിൽക്കാൻ പാടില്ല എന്നുള്ള നിയമമില്ല. അതിന് വിൽക്കാൻ പാടില്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുമോ? ഇവിടെ നിരോധിതമായിട്ടൊരു കാര്യമാണെങ്കിൽ ഒരു പഞ്ചായത്തിനോ ഒരു സ്റ്റേറ്റിനോ ലൈസൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ നിലനിൽക്കണം. മാത്രമല്ല മാക്സിമം എന്താ പറയുന്നത്, സ്റ്റേറ്റ് അപ്രൂവ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ കാപഢ്യം തുടങ്ങുന്നുണ്ട്. ഇത് അനുവദനീയമായൊരു കാര്യത്തെ പിന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, തടയുകയാണ് ചെയ്യുന്നത്. അത് നിയമപരമായിട്ട് സ്റ്റേറ്റാണ് നേരിടേണ്ടത്. സ്റ്റേറ്റാണ് ഈ പറയുന്ന കൗ വിജിലൻസിൻ്റെ ആളുകളെ പിടിക്കേണ്ടത്. അവിടെയാണ് അനീതി ഒന്നാമതായിട്ട് ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. ഇപ്പോൾ CJPയുടെ അവരുടെ പേരിൽ ഇറങ്ങിയതാണ് അവിടെ നിന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് റെഫർ ചെയ്തപ്പോൾ കണ്ടൊരു സാധനം, അവരിതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഡോക്യുമെൻ്റ് എന്താണ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞു വെച്ചാൽ ഇത് പിന്നെ ദളിതർക്കും മുസ്ലിങ്ങൾക്കൊക്കെ എതിരെയുള്ള അനീതിയുടെ ഏറ്റവും വലിയൊരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെന്ത് ചെയ്യും, എതിർക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇത് കേവലം ഈ ഹിന്ദുത്വയുടെ ഒരു പ്രയോഗം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ തകർച്ചയുടെ തുടക്കമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. ആ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് വളരെ ഇൻട്രിൻസിക്കായിട്ട് റിലേറ്റഡാണ് ഈ പറയുന്ന കാറ്റിൽ എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു അൺപ്രൊഡക്റ്റീവായ വസ്തുവായി മാറുന്ന സമയത്ത് വെച്ചാൽ എപ്പോഴും എന്ന് വെച്ചാൽ നമുക്ക് ഇത് പോരിപ്പോൾ നല്ല പാല് കറക്കുന്ന പശുവിനെ കൊണ്ടുപോയിട്ട് വിൽക്കുകയല്ല, മറിച്ച് അവർക്കതിന് പിന്നെ പോറ്റാൻ കഴിയില്ല, പോറ്റിയിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോഴാണ് ഒരു 90% ആളുകൾ ഇതിനെ ഡിസ്പോസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിനെ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അത് ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് മാറും. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി വരുന്നതോടെ പിന്നെ സംഭവിക്കുന്നതാണ്, ഒന്നുകിൽ ഇവരെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഡംപ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ കിടന്നായിട്ട് ഒന്നും കിട്ടാതെ ചത്തുപോകും. എന്നിട്ട് അവർ പുഴുക്കളരിക്കും, രോഗം പടരും ആ പ്രദേശത്ത്. അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി അതല്ലെങ്കിലോ ഇവരെ തുറന്നു വിടും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ സ്ട്രേ ക്യാറ്റ്സ് ഉണ്ടാക്കുന്ന ക്രൈസിസിനേക്കാളും വലിയ ഒരു ക്രൈസിസാണ് ഈ സ്ട്രേ കൗസ് ഉണ്ടാക്കാൻ പോകുന്നത്. അവറ്റെന്താ ചെയ്യുക, അവറ്റെല്ലാവരുടെയും തൊടി കയറും, പാടത്തും പറമ്പിലോ കയറിയിട്ട് വിളയ്ക്ക് തിന്നാൻ തുടങ്ങും. തൊടാൻ പറ്റുമോ? വടിയേറ്റ് വെച്ചാൽ എന്ത് ചെയ്തു, അതോടെ അവന് കേസും കൊല്ലാ പോയില്ലേ. പക്ഷേ കർഷകരെ സംബന്ധിച്ചോളം നേരിടാൻ പറ്റുമോ? അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിനെതിരെ നീയപ്പോൾ കലാപത്തിലേക്ക് നയിക്കും. ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ എന്താ വെച്ചാൽ സ്റ്റേറ്റ് ഈ രീതിയിലെല്ലാം മൊണോപ്പൊളൈസ് ചെയ്ത് വരുന്നതിന് ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും, പല രീതിയിലും ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് പ്രാദേശികമായി ഒക്കെ തന്നെ കലാപങ്ങളായി മാറും. ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നോയിഡയിൽ നമുക്കറിയാം, മറ്റേ അദാനിയുടെ കമ്പനിയിൽ അതിനെതിരെ വമ്പിച്ച കലാപം നടന്നു. അവരിപ്പം ദേശദ്രോഹികളാണ്, പുറത്തുനിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം അതൊന്നുമല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കലാപങ്ങളിലേക്ക് പോകും. പിന്നെ വെച്ചാൽ ഇത് പലപ്പോഴും ഒരു ലിക്വിഡായിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ ആളുകൾ പണയം വെക്കുന്ന പോലെ വിൽക്കുന്നത് പോലെയാണ്. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ രോഗമോ കല്യാണമോ ഒക്കെ വരുന്ന സമയത്തിന് വിൽക്കാൻ ചെയ്യുന്നത്. ആ സമയത്ത് ഇതിന് മാർക്കറ്റില്ലാതായാൽ ഈ ജനം എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇത് ഈ മുസ്ലിങ്ങളുടെ നട്ടലൊന്നുമല്ല ഒടിക്കാൻ പോകുന്നത്. ഇതാരൊക്കെയാണോ ഇതിനകത്തൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ആരുടെയൊക്കെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ഇതാണോ, അവരെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയ മുദ്രാവാക്യമല്ല. കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഈ പിടിക്കണവൻ എന്ത് ചെയ്യും, പിടിച്ചിട്ട് എന്ത് ചെയ്യും, മൂക്ക് കയറിട്ട് തല്ലുന്ന അവസ്ഥ എന്ത് ചെയ്യും വരും. ഒരു സംശയം അതിനകത്ത് വേണ്ട. പിന്നെ മാത്രമല്ല ഇവിടെ ഇനിയിപ്പോൾ ഇതും അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടി വരിക, സ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പല സ്ഥലത്തും ഗോശാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സംരക്ഷിക്കാൻ. സ്റ്റേറ്റിൻ്റെ ഫണ്ട് ഇതിന് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങൾക്കും വിനിയോഗിക്കേണ്ട ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള സെക്ടറുകളിലേക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം അതിൻ്റെ ത്രിഫ്റ്റിംഗ് ആണ്, മറ്റേ ഫണ്ടിൻ്റെ ത്രിഫ്റ്റിംഗ് ആണ്. പുറമെ എന്താ വെച്ചാൽ അത് മറ്റു പല പദ്ധതികളെയും
ബാധിക്കും. ഇപ്പം തന്നെ പാലങ്ങളും മറ്റേ എയർപോർട്ടുകളൊക്കെ പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറമെ എന്ത് ചെയ്യും, ഈ മിസ്യൂസ് എന്ന് പറയുന്ന ഒരിക്കലും ജനം കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, തിരിച്ചറിയും. മാത്രമല്ല അത്തരം സ്ഥലങ്ങളിലൊന്നും തന്നെ ഇവയെ സംരക്ഷിക്കാനും പറ്റില്ല. അവ സ്വാഭാവികമായിട്ട് ചാവുകയാണല്ലോ ചെയ്യുക കുറേ കഴിയുമ്പോൾ. ഇതിൻ്റെ പ്രയാസങ്ങളുണ്ടാവും. പിന്നെന്ന് വെച്ചാൽ ഈ കാർഷിക മേഖല കൂടുതൽ ദുർബലമാകും. പിന്നെ പാല്, ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, പശുവിനെ വളർത്തിയിട്ട് കാര്യമില്ല എന്ന് വരുന്നതോടെ ആളുകൾ പശുവിനെ വളർത്തൽ കുറവും. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് മിൽക്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പാലിന് ക്ഷാമം നേരിടും. പാൽ ക്ഷാമം നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന ഒന്നിൽ കൃത്രിമമായിട്ടുള്ള പാൽ ഉൽപ്പാദകർ കൂടും. കണ്ണി കണ്ട പൊടിയൊക്കെ കുത്തി കലക്കിയിട്ടുള്ള പാൽ നാട്ടുകാർ കുടിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഇമ്പോർട്ട് എന്ത് ചെയ്യേണ്ടി വരും, പാലിൻ്റെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കെണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയുള്ളത്. ഇതിൻ്റെ പോലെ തന്നെ നമുക്കറിയാം മറ്റേ തോൽ വ്യവസായമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് തുടക്കത്തിലൊരു പക്ഷേ ഈ കർഷകരെയോ അല്ലെങ്കിൽ ദളിതരെയോ മുസ്ലിങ്ങളെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് തോന്നിയാൽ തന്നെയും ഇത് പതിയെ പതിയെ ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥയെ, ഇന്ത്യയുടെ എക്കോണമിയെ, രാജ്യത്തെ, അതിൻ്റെ സാമ്പത്തിക പദ്ധതികളെ എല്ലാത്തിനെയും ബാധിക്കും. തൽക്കാലം ഇതിൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നൊരു വിഭാഗമുണ്ട്. അതാരാ വെച്ചാൽ ഈ എക്സ്പോർട്ടേഴ്സാണ്. അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇതിനെ കിട്ടും. അത് ഒരു വെട്ടി നുറുക്കിയിട്ട് എന്ത് ചെയ്യും, പിന്നെ എക്സ്പോർട്ട് ചെയ്യും. പക്ഷേ അത് ദീർഘകാലം ലാഭകരമായി പോകാൻ പോകുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചടിയുടെ ഒരു തുടക്കമാണ്. മാത്രവുമല്ല, ഒന്നുകിൽ ഇതിൽ ഒരു നയപരമായ തീരുമാനം സർക്കാർ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കാർഷിക കലാപങ്ങൾ കൊണ്ടും പൊട്ടിപ്പുറപ്പെടും. അത് തടയാൻ എന്ത് ചെയ്യില്ല, സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു മുന്നോട്ട് വന്ന് ഞങ്ങളിനി ഈ വർഷം പെരുന്നാളിന് ആടുകളെ അറുത്തോളാം തുടങ്ങിയൊരു പ്രതിരോധം മുന്നോട്ട് വെക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? ഇതിൽ ബലിയർക്കുക എന്നുള്ളത് അതേപോലുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സാധാരണ ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതാണെന്നാണ് സാധുക്കൾ കരുതി വെച്ചിരിക്കുന്നത്. കാര്യമായിട്ട് അതാണ്. കുറേ കാലമായി, ഇപ്പോൾ 966 മുതലാണ് ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇവർ കൊണ്ടുവന്നത്. ശരിക്ക് ഈ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം വായിച്ചാൽ തന്നെ അവർ ഗോവധം നിരോധിച്ചവരാണ്. ഇപ്പോൾ അതിൽ ബാബർ ചക്രവർത്തിൻ്റെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്, ബാബർ ചക്രവർത്തി ഗോവധം നിരോധിക്കുക മാത്രമല്ല, അതായത് സവർണ ഹിന്ദുക്കളുടെ ഇത്തരം ആചാരങ്ങളെ മാനിച്ചുകൊണ്ടാണ് അവർ രാജ്യം ഭരിച്ചത്. ശിക്ഷ വരെ, പണിഷ്മെൻറ്റ് വരെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഹൂമയൂൺ മകനോട് പ്രത്യേക വസിയത്ത് നൽകിയതിൽ ഒന്ന് ഗോവധം നിരോധിക്കണം എന്നാണ്. അത് ഞാൻ നടപ്പിലാക്കിയിട്ടുള്ള ഈ നിയമം വീണ്ടും നീയും നടപ്പിലാക്കണമെന്നതാണ്. അത് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു ചക്രവർത്തിയാണ് ബാബർ. ആ ബാബർ ചക്രവർത്തിയുടെ അവസ്ഥയാണത്. അതുമാത്രമല്ല, പിന്നെ അക്ബർ ചക്രവർത്തി ആവട്ടെ, പിന്നെ ഈ മുഗളന്മാരുടെ ഒരുപാട്, ഇപ്പോൾ അവസാനം മൈസൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന നവാബ് ഹൈദരലി, അദ്ദേഹം പറഞ്ഞത് ഗോവധം നിരോധിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ആരെങ്കിലും അത് ചെയ്താൽ അവരെ കൈവിട്ടു എന്നാണ്. കൈവിട്ടു എന്നുള്ള പണിഷ്മെൻറ്റ് ഇവർ പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു മുസ്ലിം ചരിത്രത്തിൽ തന്നെ ശരിക്കും സവർണ ഹിന്ദുക്കളുടെ ഇത്തരം ആശയങ്ങളെ അത് നിലനിർത്താനും അവർ മാനിക്കാനും ആദരിക്കാനും തയ്യാറായവരാണ് ശരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റി. അതിൻ്റെ പേരിൽ ഒരു നഷ്ടമോ ഒരു പ്രയാസമോ ഒരു ജീവിത പ്രതിസന്ധിയോ മുസ്ലിങ്ങൾക്കില്ല എന്ന് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഇവർ സാധിച്ചില്ല. ഇപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം, ഇപ്പോൾ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിനോട് സഹകരിക്കാനും അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളോട് ഇതുപോലെ സഹകരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് ആ കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ഗോവധം നിരോധിച്ചു എന്നതാണ്. നിങ്ങൾ പശുക്കൾ അറുക്കരുത് എന്ന് കൃത്യമായി ഫത്വ പുറപ്പെടുവിച്ചുവരെ നമുക്കതിൽ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ആകൃഷ്ടനായിട്ടാണ് ശരിക്കും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഗാന്ധിജി സഹകരിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോവധ നിരോധം ഉണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമല്ല. നമുക്ക് ബലിയർക്കാൻ ആടുണ്ട്, അങ്ങനെ കുറേ സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു വരാണിത്. ഇത് ഒരു വലിയൊരു പ്രതിസന്ധിയാകുമെന്ന നിലക്ക് സംഘപരിവാരം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഘപരിവാര രാഷ്ട്രീയം, ഇപ്പോൾ ഇവർ 66 ഇതിങ്ങനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരുമ്പോൾ ഇവർ കത്തിച്ച് നിർത്തിയിട്ട് 2-3 പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ബാബരി മസ്ജിദ്. അപ്പോൾ ഇത് തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലഘട്ടങ്ങളിൽ തന്നെ ബ്രിട്ടീഷുകാരും
അതുപോലെ ക്രിസ്ത്യാനികളുമാണ് കൂടുതലായിട്ട് ഈ പിന്നെ മാട്ടിറച്ചി കൂടുതലായി ഭക്ഷിച്ചതെന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഖുറൈശി എന്ന് പറയുന്ന ഒരു ജനവിഭാഗം, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം, അവരാണ് ഇത് മാട്ടിറച്ചി വിറ്റതും ഇവർക്ക് എത്തിച്ചു കൊടുത്തതും ഇവർക്ക് നൽകിയതൊക്കെ എന്നാണ് പറയണത്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ഭിന്നിപ്പിൻ്റെ തന്ത്രവുമായി ബന്ധപ്പെട്ട് ഈ കാര്യം അവരും എന്താണ് ഇതിനൊരു ദിവ്യത്വം പരികൽപ്പിച്ച് നൽകി അങ്ങനെ വൈകാരികമായി ചൂഷണം ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം. അതിങ്ങനെ കൊണ്ടുവന്ന് പിന്നെ ബാബരി മസ്ജിദ് പൊളിച്ചു. ബാബരി മസ്ജിദിൻ്റെ ആ പൊളിച്ചതോടുകൂടി ബാബരി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യ എന്ന് പറഞ്ഞ പ്രശ്നം ഇപ്പം നിലവിലില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വിഭാഗീയമോ വിദ്വേഷമോ ഉണ്ടാക്കാൻ അവർക്ക് അവസരമില്ല. ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ കത്തിച്ച് നിർത്തേണ്ട ഒരു വിഷയമാണ് ഗോവധം. അപ്പോൾ ഈ ഗോവധം അതുകൂടി പിന്നെ അപ്പോഴാണ് മുസ്ലിങ്ങൾ ഇറങ്ങിയല്ലോ. ഇപ്പോൾ ഈ ബംഗാളിലൊക്കെ മുസ്ലിങ്ങൾ ഇറങ്ങിയതോടുകൂടി അവരെ കപട മുഖം വന്നു. ഈ കാപട്യം പറഞ്ഞപ്പോഴാണ് ഈ റഹീമാച്ചേരി എഴുതിയിട്ടുള്ളൊരു ലേഖനം ഉണ്ടായിട്ടുണ്ട് വാജ്പേയിനെ കുറിച്ച്. അദ്ദേഹം ഈജിപ്ത് സന്ദർശിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി. അപ്പോൾ തൊട്ടടുത്തൊരു മുസ്ലിം MP ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ സഹയാത്രികനായിട്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഈ മാട്ടിറച്ചി ഇങ്ങനെ നന്നായി തിന്നുന്നുണ്ട്. അപ്പോൾ മുസ്ലിം MP പറഞ്ഞു അത്രേ നമ്മളെ ഗോമാതാവാണതെന്ന്. അപ്പോൾ അത് നമുക്ക് തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഈജിപ്തിലെ ഗോക്കൾ എൻ്റെ മാതാവല്ല, അത് ഇന്ത്യയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തമാശ പറയുണ്ടായിരുന്നു. ഏതായാലും ഇവർ ശരിക്ക് കപടന്മാരാണ്. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുക, ഇതല്ലാത്ത ഒരു ചിന്തയും ഒരു ലക്ഷ്യം അവർക്കില്ല എന്നതാണ് ഇതിൻ്റെ സത്യം. തീർച്ചയായും രാജ്യത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് അതൊരു അജണ്ടയായി എടുത്ത സംഘപരിവാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ചെപ്പടി വിദ്യകൾ മാത്രമാണ്. ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചതുപോലെ സമൂഹം ഒന്നടങ്കം ഇവർക്കെതിരെ തിരിയേണ്ടതുണ്ട്. ഈ ഒരു ഫാഷിസത്തിനെതിരെ ഉള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്.